ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച 24 മണിക്കൂർ വെടിനിർത്തൽ ലംഘിച്ചാണ് ഇസ്രായേൽ ആക്രമണം പുനരാരംഭിച്ചത്. ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ സൈന്യം ഷെല്ലാക്രമണം നടത്തി. ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശം അംഗീകരിച്ച് 24 മണിക്കൂർ കൂടി വെടിനിർത്തൽ നീട്ടുന്നതായി ഇസ്രായേൽ അറിയിച്ചിരുന്നു. ഹമാസിന്റെ റോക്കറ്റ് ആക്രമണത്തെ തുടർന്നാണ് സൈനിക നടപടി പുനരാരംഭിച്ചതെന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം. ഇസ്രായേൽ സൈന്യം പിൻവാങ്ങാതെയും ഗസ നിവാസികളെ തിരികെ വരാൻ അനുവദിക്കാതെയുമുള്ള വെടിനിർത്തൽ കരാർ അംഗീകരിക്കുന്നില്ലെന്ന് ഹമാസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. 12 മണിക്കൂർ വെടിനിർത്തൽ സമയത്ത് തെരച്ചിലിനിടെ 132 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. താൽക്കാലിക വെടിനിർത്തലിനിടെയും ഹമാസ് നിർമ്മിച്ച തുരങ്കങ്ങൾ തകർക്കാനെന്ന പേരിൽ ഇസ്രായേൽ ആക്രമണം തുടർന്നിരുന്നു. പ്രത്യാക്രമണം ശക്തമാക്കിയ ഹമാസ് തെൽ അവീവ് ലക്ഷ്യമാക്കി നിരവധി റോക്കറ്റുകൾ അയച്ചതായി അവകാശപ്പെട്ടു. ഹമാസിന്റെ പ്രത്യാക്രമണത്തിൽ ഇതുവരെ 43 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ 1.